പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതെ, ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്ന അർത്ഥവത്തായ ഏറ്റവും വിശുദ്ധമായ ഒരു കർമ്മ ആചാരം കർത്താവ് അരമേൽപ്പിച്ചത്. സ്തോത്രം. അതിനെക്കുറിച്ച് അല്പമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നീണ്ട വിഷയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് വിവിധ ഘട്ടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി വെളിപ്പെടേണ്ട പരിശുദ്ധമായ വിശുദ്ധമായ ഒരു കാര്യമാണ്. കേൾക്കുന്നവർ തീർച്ചയായിട്ടും ദൈവഭയത്തോടും ഭക്തിയോടും ഇതിനെ കേൾപ്പാനും അത് ജീവിതത്തിൽ അനുവർത്തിപ്പാനും ഇടയാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. അതെ, കർത്താവിൻ്റെ അത്താഴം. പ്രൈസ് ദി ലോർഡ്. ആഗോള വ്യാപകമായി ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുപോലെ നിർവഹിച്ചു പോരുന്ന ഒരു മഹത്വകരമായ ശുശ്രൂഷയാണ് തിരുവത്താഴം. പ്രൈസ് ദി ലോർഡ്. പല പേരുകളിൽ, പല രീതിയിൽ, പല സമയങ്ങളിൽ ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നുവെങ്കിലും ക്രിസ്തീയ സമൂഹം ഇതിൻ്റെ മാഹാത്മ്യം ഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിറവേറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭയ്ക്ക് നൽകിയിരിക്കുന്ന 2 അനുഷ്ഠാനങ്ങളാണ് വിശ്വാസ സ്നാനവും തിരുവത്താഴവും. പ്രൈസ് ദി ലോർഡ്. ഇവയ്ക്ക് രണ്ടിനും തമ്മിൽ അഭേദ്യമായ ബന്ധവും നിലനിൽക്കുന്നു. ഇവ മൂലം കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെ സ്മരിക്കുവാൻ ദൈവമക്കൾക്ക് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചേരുവാൻ സ്നാനവും കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി തിരുവത്താഴവും പ്രതിരൂപങ്ങളായി നിഴലിക്കുന്നു. ഇതിന് പ്രത്യേക സ്ഥലമോ സമയമോ പ്രത്യേക രീതിയോ അവലംബിക്കേണ്ടതില്ല. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് കർത്താവ് കൽപ്പിച്ചു. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 22:19 1 കൊരിന്ത്യർ 11:24 നാം അത് വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് സംബന്ധിച്ച് വിവിധ പേരുകൾ അറിയപ്പെടുന്നത്. ഒന്ന്, കർത്താവിൻ്റെ അത്താഴം അല്ലെങ്കിൽ തിരുവത്താഴം. 1 കൊരിന്ത്യർ 11:20 അത് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. രണ്ടാമത്, കർത്താവിൻ്റെ മേശ. ആമീൻ. 1 കൊരിന്ത്യർ 10:21. ആമീൻ. 3, അപ്പം നുറുക്കൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 2:42 20:7 വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് തിരുവത്താഴം? 1, കർത്താവിൻ്റെ കൽപ്പനയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:19-20 വാക്യം. പ്രൈസ് ദി ലോർഡ്. 2, കർത്താവ് സ്ഥാപിച്ചതാണ്. മർത്തായിയുടെ സുവിശേഷം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 3, സഭ കൂടി വരുമ്പോൾ അനുഷ്ഠിക്കുന്ന ശുശ്രൂഷ. അപ്പോസ്തല പ്രവൃത്തി 20:7. ആമീൻ. 4, കർത്താവുമായുള്ള കൂട്ടായ്മ. 1 കൊരിന്ത്യർ 10:16. ആമീൻ. 17-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. 5, ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിൻ്റെ പ്രത്യക്ഷീകരണം. 1 കൊരിന്ത്യർ 11:23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. 6, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ വിളിച്ചറിയിക്കുന്ന സന്ദേശം. ആമീൻ. ലൂക്കോസ് 22:18. അതെ, 1 കൊരിന്ത്യർ 11:26. പ്രൈസ് ദി ലോർഡ്. 7, കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളുടെ സ്മരണ. ലൂക്കോസിൻ്റെ സുവിശേഷം 22:19 1 കൊരിന്ത്യർ 11:24 വായിക്കുമ്പോൾ മനസ്സിലാക്കാം. 8, കർത്താവിന് നന്ദി അർപ്പിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്ദി. ആമീൻ. 1 കൊരിന്ത്യർ 5:8 നാം അത് വായിക്കുന്നു. 9, കർത്താവിൻ്റെ മരണത്തെ കുറിക്കുന്ന സാക്ഷ്യം.
പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 11:26. ആമേൻ. 10 അപ്പോസ്തോലിക സഭയുടെ ഉപദേശമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമാണ്. 11 ഇത് ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 22:17 വാക്യം. 12 ഇത് കർത്താവിങ്കിൽ നിന്നും പ്രാപിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 11:23. ആമേൻ. സ്തോത്രം. 13 കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:31. ഹല്ലേലൂയ. 14 മനസ്സിലാക്കുവാനുള്ള ഇത് സുവിശേഷീകരണ സന്ദേശമാണ്. 1 കൊരിന്ത്യർ 11:26. ആമേൻ. 15 ഹല്ലേലൂയ തിരുവത്താഴ ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചകളിലും നടത്തപ്പെടേണ്ടതാണ്. ആമേൻ. ദൈവജനം കൂടി വരുമ്പോൾ, ദൈവമക്കൾ സഭയായി കൂടി വരുമ്പോഴൊക്കെയും നടത്തുവാൻ ദൈവവചനം നമുക്ക് അതനുശാസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് വെളിപ്പെടുത്തുന്ന സത്യം. പ്രൈസ് ദി ലോർഡ്. 1 മനുഷ്യന് ദൈവം നൽകിയ ദൈവിക കൽപ്പനയുടെ ലംഘനം നിമിത്തം ദൈവവുമായി അകന്നുപോയ മാനവജാതിയുടെ പാപപരിഹാരാർത്ഥം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഒരു ഗോതമ്പ് മണിയായി നിലത്ത് വീണു, കാൽവറിയിൽ മരിച്ചു. ദൈവക്രോധത്തിൻ്റെ ചക്കിൽ പൊടിക്കപ്പെട്ട ഗോതമ്പ് മണി ജീവന്റെ അപ്പമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീണ്ട ഈ സെന്റൻസ് മനസ്സിലാക്കാൻ ഒരുപക്ഷെ അത് എന്നെ വിവരമായി മനസ്സിലാക്കുവാൻ ഒന്നുകൂടെ ഞാനത് വായിക്കുന്നു. ഈ കർത്താവിൻ്റെ അത്താഴം വെളിപ്പെടുത്തുന്ന സത്യം എന്നുള്ളത് മനുഷ്യന് ദൈവം നൽകിയ ദൈവിക കൽപ്പനയുടെ ലംഘനം, അത് നിമിത്തം ദൈവവുമായി അകന്നുപോയ മാനവജാതിയുടെ പാപപരിഹാരാർത്ഥം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഒരു ഗോതമ്പ് മണിയായി നിലത്ത് വീണു, കാൽവറിയിൽ മരിച്ചു. ദൈവക്രോധത്തിൻ്റെ ചക്കിൽ പൊടിക്കപ്പെട്ട ഗോതമ്പ് മണി ജീവന്റെ അപ്പമായി തീർന്നു. ആമേൻ. 1 കൊരിന്ത്യർ 11:24 യോഹന്നാന്റെ സുവിശേഷം 12:24 യോഹന്നാന്റെ സുവിശേഷം 6:33 മുതൽ 59 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി, പല ദേഹമാകുന്ന വിശ്വാസികൾ ക്രിസ്തുവിൽ ഏകദേഹമായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10:17 ആമേൻ അങ്ങനെ വായിക്കുന്നു. മൂന്നാമതായി, മനുഷ്യന് ദൈവത്തോടും ദൈവത്തിന് മനുഷ്യരോടും വിശ്വാസികൾ തമ്മിലും കൂട്ടായ്മ ഉണ്ടെന്നുള്ള മർമ്മം വെളിപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 1:9 1 യോഹന്നാൻ ആമേൻ 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നു. അത് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1 നുറുക്കുന്ന അപ്പം. 1 കൊരിന്ത്യർ 10:16 അത് വായിക്കുന്നു. 2 പാനപാത്രം. 1 കൊരിന്ത്യർ 10:16 ആമേൻ. സ്തോത്രം. 3 ഇതിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും യോഗ്യരായവർ. 1 കൊരിന്ത്യർ 10:16 അത് വായിക്കുന്നു. ആമേൻ. തിരുവത്താഴം സംബന്ധിച്ചുള്ള ചില ചിന്താഗതികൾ നാം അറിഞ്ഞിരിക്കേണ്ടത്: 1 രാത്രിയിൽ മാത്രമേ ആചരിക്കാവൂ എന്ന പഠിപ്പിക്കലുകൾ നിലനിൽക്കുന്നു. ആമേൻ. 2 പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം മാത്രമേ നടത്താവൂ എന്ന് ചിലരങ്ങനെ പറയുന്നു. 3 പാപമോചനം ലഭിക്കുന്നുവെന്ന് എന്ന ചിന്താഗതി. പ്രൈസ് ദി ലോർഡ്. 4 രൂപമാറ്റം, വസ്തുമാറ്റം സംഭവിക്കുന്നു എന്ന് പഠിപ്പിക്കലുകൾ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഓരോ ദൈവമക്കൾക്കും ഈ കൃത്യം നിർവഹിക്കുമ്പോൾ മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തോടുള്ള ഭക്തിയിലും ഭയത്തിലും ഈ ഒരു കർമ്മ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അതിൽ കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ
നാം അറിയുമ്പോൾ അതനുസരിച്ച് നമ്മളുടെ ചിന്തയിലും നമ്മുടെ എല്ലാ ക്രിയയിലും അത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. തിരുവത്താഴത്തിന് യോഗ്യരായവർ ആരൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. 1, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വചനം കൈക്കൊണ്ടവർ. അപ്പോസ്തല പ്രവൃത്തി 2:41 മുതൽ 42 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ വ്യക്തമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നു. 2, വചനാടിസ്ഥാനത്തിൽ കൽപ്പനയാകുന്ന മുഴുക സ്നാനം സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ചവരും അഭിഷേകത്തിൽ വിശ്വസിക്കുന്നവർക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം 41 42 വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമാകുന്നു. പ്രൈസ് ദി ലോർഡ്. 3, പരസ്യ രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ശുശ്രൂഷയാണ് അത്. 1 കൊരിന്ത്യർ 11:27 നാം വായിക്കുന്നു. ആമേൻ. തിരുവത്താഴത്തിന് അതിൻ്റെതായ ഗൗരവവും മാഹാത്മ്യവും നൽകുവാൻ നാം ബാധ്യസ്ഥരാണ്. ആയതിനാൽ തിരുവത്താഴ ശുശ്രൂഷയിൽ അയോഗ്യമായി പങ്കുചേരാൻ അനുവദിക്കരുത്. അയോഗ്യരായി പങ്കുചേർന്നാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതെ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ബലഹീനരാകും, രോഗികളാകും, നിദ്ര കൊള്ളും എന്ന് പറഞ്ഞാൽ മരണനിദ്ര. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കുറ്റക്കാരാകും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 11:27-30 വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, യഥോചിതം തിരുവത്താഴത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ പങ്കുചേരാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് സ്തോത്രം വിശേഷാൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യോഗ്യമായി കൈക്കൊണ്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വചനം വെളിപ്പെടുത്തുന്നത് വ്യക്തമാക്കുവാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് വേണ്ടി മാത്രം നൽകപ്പെടുന്ന സ്മാരക ശുശ്രൂഷയിൽ, ആമേൻ, തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ സംബന്ധിച്ചാൽ അവർക്കുണ്ടാകുന്ന ദൈവിക നന്മകളെക്കുറിച്ച് യേശു ക്രിസ്തു ഇപ്രകാരം പ്രസ്താവിച്ചു. ആമേൻ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-35 വാക്യത്തിൽ ഇതിൽ പങ്കുചേരുന്നവർ കർത്താവിൻ മൂലമുള്ള ജീവനാൽ എന്നേക്കും ജീവിക്കപ്പെടുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 6-50-51 വാക്യം. 2, കർത്താവ് നമ്മിലും നാം കർത്താവിലും വസിക്കുന്ന ദിവ്യമായ അനുഭവത്തിൻ്റെ പങ്കാളികളായിത്തീരുന്നു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6-56 വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3, ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 6-54 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. 4, ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ അനുസ്മരിപ്പിക്കുന്ന ശുശ്രൂഷ ആയതുകൊണ്ട് ഇത് നമ്മുടെ പ്രത്യാശയെ വളർത്തുന്നു. ആമീൻ, ഹല്ലേലൂയ. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സ്വർഗീയ പന്തിഭോജനത്തിൻ്റെ മുന്നറിയിപ്പാണ് കർത്തൃമേശ. കർത്താവും പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശ്വാസികളും ഒരുമിച്ചുള്ള സ്വർഗീയ പന്തിഭോജനത്തിൻ്റെ ഭൂമിയിലെ റിഹേഴ്സലാണ് ഈ ശുശ്രൂഷ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനെ സംബന്ധിച്ച് ശുശ്രൂഷയുടെ മാതൃകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും മനസ്സിലാക്കുവാൻ ധാരാളമുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ കേട്ടത് ഇത്രയും നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടെ ക്രമപ്പെടുവാൻ, തിരുവത്താഴ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്തോത്രം, ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗങ്ങൾ വീണ്ടും അതേക്കുറിച്ച് പറയുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ.